കാരണന്മാരുടെ ശാപം, മാതാപിതാക്കളുടെ ശാപം, അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വിലയിരുത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ കടന്നു വരും. ഇതാ അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായ ഒരു സ്ത്രീ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ്, അവരുടെ കുറ്റബോധം കൊണ്ട് അവർ പറയുന്ന കാര്യമാണ്, എൻ്റെ ഭർത്താവിന് ഇങ്ങനൊരവസ്ഥ വന്നത്. ഭർത്താവ് ഇപ്പോൾ ഒരു വലിയ മാരക രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയാണെന്നുള്ളത്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നല്ല ആരോഗ്യമുണ്ടായിരുന്ന സമയമാണ്. ഈ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മയുടെ ഒറ്റ മകളാണ്. അച്ഛനാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ അവരെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അതിനുശേഷം ഈ അമ്മയാണ് ഈ സ്ത്രീയെ വളർത്തി വലുതാക്കി കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 18 വയസ്സ് പ്രായമായപ്പോൾ അവർക്കൊരു പ്രണയമുണ്ടാവുകയാണ്. എവിടുന്നോ വന്ന ഒരാളുമായിട്ട് പ്രണയിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവർ ചെന്ന് എത്തിപ്പെട്ടു എന്നുള്ളത്. ആ പ്രണയം മൂത്ത് അവസാനം അവൾ ഒളിച്ചോടിയതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ മനം നൊന്തുകൊണ്ട്, കാരണം ഒറ്റ മകളേ ഉള്ളൂ, അത്രമാത്രം പൊന്നുപോലെ വളർത്താമെന്നൊക്കെ പറയില്ലേ നമ്മൾ സാധാരണ, മാത്രം എല്ലാം കൊടുത്തുകൊണ്ട്, എല്ലാം അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും കൊടുത്തുകൊണ്ട് ഈ മകളെ ഏക ആശ്രയം എന്നുള്ള രീതിയിൽ അത്രമാത്രം സ്നേഹിച്ച് വളർത്തിയ ഈ മകളാണ് ഈ അമ്മയെ ഉപേക്ഷിച്ച് ഈ വന്ന അന്യപുരുഷനുമായിട്ട് വിവാഹം കഴിച്ച് പോയി എന്നുള്ളതാണ്. പ്രണയിച്ച് ഒളിച്ചോടി എന്ന് തന്നെ പറയാം. അങ്ങനെ ഉണ്ടായതാണ്. അന്ന് ഇവർ മനസ്സുകൊണ്ട് ശപിച്ചു കാണും എന്നാണ് ആ നാട്ടുകാരൊക്കെ പറയുന്നത് എന്നുള്ളത്. മാത്രമല്ല ഇപ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത്, എൻ്റെ ഭർത്താവിന് ഇപ്പോഴത്തെ ഒരു മാരകരോഗം വന്നപ്പോൾ എൻ്റെ അമ്മ അന്ന് ഹൃദയം പൊട്ടി മരിച്ചു എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. ഇവരെ ഇങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ സ്ത്രീ ഇപ്പോൾ അവരുടെ അവസ്ഥ അപ്പോൾ വളരെ എന്താ പറയുക, അത്ര ദുരിതപൂർണമായിട്ടൊരവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. അവർ ആരും സഹായിക്കാനില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പണ്ട് ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നൊക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ നമുക്കത് ശാസ്ത്രീയമായിട്ടൊന്നും അപഗ്രഥിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി നമുക്ക് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ തന്നെ പറയുന്ന കാര്യമാണ്, എൻ്റെ അമ്മയുടെ ശാപമായിരിക്കും എനിക്കിങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഫ്രണ്ട്സ്, ഇവിടെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വീണ്ടും വിചാരത്തോടു കൂടി വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു മകളും അമ്മയും മാത്രം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അമ്മയെ വെറുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവരിങ്ങനെ ഒരു കുറ്റബോധത്തിന് അടിമയാകുകയും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ ഈ ഒരു അവസ്ഥയിൽ, ഈ ദുരവസ്ഥയിൽ ആരും തന്നെ സഹായിക്കാനില്ലാത്ത അവസ്ഥയിലൂടെ ഇവർ കടന്നു പോകുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ചുരുക്കിയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.